ചങ്ങായിമാരെ, ഇന്നലെ വളരെ കഷ്ടപ്പെട്ടിട്ട് പണി കഴിഞ്ഞിട്ട് വീണ്ടും കണ്ണൂരേക്ക് പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് റിയൽമി 16 Pro Plusൻ്റെ ബാക്ക് കവർ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് അത്യാവശ്യം നല്ല ലുക്കുണ്ട്. നല്ല എന്താ പറയേണ്ട ഒരു പ്രീമിയം ലുക്കിലുള്ള ബാക്ക് കവറാണ്. അതായത് ബാക്കിൽ ഗ്ലാസ് ടൈപ്പ് വരുന്ന ട്രാൻസ്പാരൻറ്റും സൈഡ് മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ആയിട്ടാണ് ഇതിൻ്റെ സൈഡ് വരുന്നത്. സൈഡ് മൊത്തം ബ്ലാക്ക്. പിന്നെ ക്യാമറ ലെൻസിന് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അടിപൊളി സാധനം തന്നെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ വോളിയം വർക്കാവില്ല. അതേപോലെ തന്നെ സ്ലീപ്പ്, പവർ ഓഫ് കീയും ഒന്നും വർക്കാവില്ല. ഇതിട്ടാൽ ഫോൺ കംപ്ലൈൻറ്റ് പോലെയാണ്. കാരണം വെച്ചാൽ ഒരു കീയും വർക്കാവുന്നില്ല. ഇതിൻ്റെ സൈഡൊക്കെ ഞെക്കുമ്പോൾ ആണ് കിട്ടുന്നത്. അപ്പം ഞാനിതെന്ന് വെച്ചാൽ 150 ഉറുപ്പ്യക്ക് വാങ്ങിയതാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പിന്നെ ആക്കിയിട്ട് ഇത് ഞെക്കുമ്പോൾ എല്ലാം വോളിയം എല്ലാം വർക്കാവില്ല. വീട്ടിലെത്തുമ്പോഴത്തേക്ക് വോളിയം പോയി ഒന്നുമില്ല. നമുക്കിപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു തെറിയോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വോളിയം കുറക്കാൻ പറ്റുന്ന ഒരവസ്ഥ വേണ്ടേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. വാട്സപ്പിലോ എന്താണെങ്കിൽ തന്നെ വോളിയം പെട്ടെന്ന് കുറക്കാനും കൂട്ടാനും പറ്റണ്ടേ? നമ്മളിപ്പോൾ വണ്ടിയിലാണെങ്കിലും ഇതിൻ്റെ വോളിയം കീ ഒന്ന് ഞെക്കണ്ടിക്കിൽ തന്നെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കവറുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വോളിയം കീയും അതേപോലെ പവർ ബട്ടണൊക്കെ കറക്റ്റ് വർക്കാവുന്നുണ്ടോയെന്നാണ്. അല്ലെങ്കിൽ 8ൻ്റെ പണിയായിരിക്കും മുഴുവൻ. കാരണം വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ കവറിനൊക്കെ 350, 400, 500 ഉറുപ്പ്യെല്ലാം ഉണ്ട്. ഓൺലൈനിലൊക്കെ 350 ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് അത് റിട്ടേൺ അടിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഈ കവറും കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും നടക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കവറുകളൊക്കെ വാങ്ങുന്നതാണെങ്കിൽ തന്നെ പിന്നെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുക. ഷോപ്പിൽ പോയിട്ടാണ് ഈ പണി കിട്ടിയത്. ഇതിനിപ്പം തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ അന്നേരം തന്നെ ആക്കിയിട്ട് അന്നേരം ഇത് കറക്റ്റ് വോളിയം വർക്കായിന്, വോളിയം ഉണ്ടാവണു അപ്പോൾ എല്ലാം വർക്കായിന്. പക്ഷേ അത് നമ്മളെ കീശയിലിട്ടിട്ട് നമ്മളെ പോക്കറ്റിലിട്ടിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് അമർന്നു പിന്നെ എന്താ പറയണ്ട കുറച്ച് ഫിറ്റ് വരില്ലേ, ആ ഫിറ്റ് വന്നതിന് ശേഷം ഇതൊന്നും വർക്കാവുന്നില്ല. അപ്പോൾ സംഭവം വെച്ചാൽ അമർത്തി വെക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഫോണിന് ഒരു പുതിയ ഫോൺ ഇങ്ങനെ അമർത്തി നോക്കിയിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഫോൺ വാങ്ങിയാലുള്ള ട്രാൻസ്പാരൻറ്റ് കവർ കുഴപ്പമില്ല, അതിൻ്റെ കൂടെയുള്ള കവർ കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പം വരെ ശ്രദ്ധിക്കണം. കാരണം അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ സെറ്റ് ഇറങ്ങിയ പാട് ഇതിൻ്റെ കവറൊക്കെ വരുന്നത് ഇങ്ങനെയായിരിക്കും വരുവാന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാനാ? സെറ്റ് വാങ്ങിയാൽ പിന്നെ കവറിടണ്ടേ? കവറിടാണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഓരോ കുഴപ്പമെന്ന് പറഞ്ഞാൽ 150 ഉറുപ്പ്യ അങ്ങനെ പോയി.